ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഒരു വാക്സിൻ കൊടുക്കാത്തത് കൊണ്ട് എന്റെ കുട്ടിക്ക് നാളെ ഒരു അസുഖം വന്ന് എന്തെങ്കിലും സംഭവിക്കരുത്. ഞങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അത് തന്നെയാണ്. ഇന്ന് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എവിടെ നിലമ്പൂര്, എന്റെ കുട്ടി അവിടെ 9ാം ക്ലാസ് പഠിക്കുന്നത്. ഇന്ന് അവർക്ക് വാക്സിനേഷൻ ആണ്. ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാം. കാരണം അത് എന്റെ ഉറപ്പാണ്, എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. എന്ത് പറഞ്ഞാലും ഇതുകൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ, ഇത് വന്നു നോക്കുക, ഒരു സൈഡ് എഫക്റ്റും ഇതിന് പറയുന്നില്ല. ഇനി ഏതെങ്കിലും കാരണത്താൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ ആശുമാരെ അറിയിക്കുക. അവര് നിങ്ങളെ നേരിട്ട് പോരൂരിൽ കൊണ്ടുവന്ന് ഡോക്ടറെ ഡോക്ടറൊന്നും എടുക്കേണ്ട, നേരിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കും. അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. അത് 100% വരുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. 100% വന്നെങ്കിൽ മാത്രം. ഇത് ആലപ്പുഴയിൽ കൊടുക്കൊണ്ടിരിക്കുന്ന വാക്സിനേഷൻ കുട്ടികൾക്ക് ഒരു സൈഡ് എഫക്ട്സും പനിയോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ചത് ഞങ്ങളാണെങ്കിലും ഈ സ്കൂളില് ഒരു ടീമായിട്ടാണ് വരിക. ഡോക്ടർ ഉണ്ടാവും, കുത്തിവയ്ക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടാവും, ഞങ്ങളെ പോലെ സിസ്റ്റേഴ്സ് ഉണ്ടാവും. കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അവിടെ ഒബ്സർവേഷൻ ഇരുത്തും. അത് നിങ്ങൾ പാരന്റ്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെതായ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞൊരു വാക്സിൻ കൊടുക്കുവോ, സ്കൂളിൽ കൊടുക്കുവോ? ഇല്ല. അപ്പൊ ഇതിന് അത്ര ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ആകെ ഉള്ള മെഡിസിൻ ഈ JE വാക്സിൻ ആണ്. ജപ്പാൻ ജ്വരത്തിനാവട്ടെ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനാവട്ടെ, വൈറസ് മൂലം ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക്. അപ്പൊ ഇത് കൊടുക്കുക. ഇത് കൊടുക്കുന്ന 0.5 ml IM ഇഞ്ചക്ഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കയ്യിലാക്കി കൊടുക്കുക കേട്ടോ. IM എന്ന് പറഞ്ഞാല് ഡീപ്പായിട്ട് നമ്മൾ മസിലിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. പുറത്ത് നമ്മൾ മറ്റേ കുത്തിവയ്പ്പ് ചെയ്ത പോലെ അങ്ങനെയുള്ളതൊന്നും അല്ല. അപ്പം അത് ശ്രദ്ധിക്കുക. വരുമ്പോൾ ഡോക്ടർ അവിടെ കൂടി ഉണ്ടാവും. ഡോക്ടർ കുട്ടിയെ ചെക്കപ്പ് ചെയ്യും. എന്തെങ്കിലും അസുഖമുള്ളവരാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. നമുക്ക് ഇവിടെ വരുന്നത് ഈ മാസം അവസാനമായിരിക്കാം. അത് ഇവിടെ നമ്മൾ സ്കൂൾ അധികൃതരുമായി സംസാരിച്ച് നിങ്ങളെ ഗ്രൂപ്പ് വഴി അറിയിക്കുന്നു എന്നാണ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കൺസേൺ ലെറ്റർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്റെ കുട്ടിക്ക് ഇത് കൊടുക്കാം, എനിക്ക് മാത്രമേ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ നമ്മളൊരു കുട്ടിക്കും ഇഞ്ചക്ഷൻ കൊടുക്കില്ല. ഒരു കുട്ടിയുടെ രക്ഷിതാക്കളാണ് തീരുമാനിക്കുന്നത് ആ കുട്ടിക്ക് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. നാളെ എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് കൊടുത്തില്ല, വന്നു പോയല്ലോ എന്ന് പറയാൻ നമ്മളെ ഇടയിൽ ഈ ചാത്തങ്കോട് സബ്സെന്ററിന്റെ കീഴിലാണ് 15, 16, 17 പഴയ വാർഡുകൾ മാറി നമുക്ക് വന്നിട്ടില്ല. അവരിൽ ഒരാൾ പോലും പറയാൻ ഇടവരുന്നത്. ഇന്നിപ്പോ ഇതേ സമയം നമ്മള് എടപ്പുറ സ്കൂളിൽ ഒരാൾ പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ദേവികൃപ സ്കൂൾ നമ്മുടെ അണ്ടറിൽ വരുന്നത്. നമ്മൾ ഇതിന്റെ കൂട്ടത്തില് അംഗനവാടികൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. കാരണം 85% കുട്ടികളിലാണ് ഇത് ഗുരുതരാവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ പഠിക്കുന്ന സമയമാണ് ഈ കുട്ടികൾ ഈ സമയത്ത്, അതുകൊണ്ട് അവർക്കത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ സംബന്ധമായി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ 3ാമതൊരു പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ട് ഇപ്പൊ. അതിൻ്റെത് അശ്വമേധം എന്നാണ് നമ്മൾ അറിയുന്നത്. കുഷ്ഠരോഗത്തിന്റെ ആശമാർ നിങ്ങളുടെ വീട്ടിലൂടെ ഒക്കെ വന്നില്ലേ?